നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഫത്തറ ഫീ സ്വാഇമൻ കാന ലഹു ഇത്ഖ റഖബത്തിൻ വ മഗ്ഫിറതു ലിദുനൂബിഹി. നിങ്ങൾ മറ്റുള്ളവരെ നോമ്പ് തുറപ്പിച്ചാൽ നിങ്ങൾക്ക് പാപമോചനവും നരകമോചനവും ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ പാവപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വിഷമത്തോടുകൂടെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ നബിയെ, ഞങ്ങളെല്ലാവരും നോമ്പ് തുറപ്പിക്കാൻ കഴിവുള്ളവരല്ല, ഞങ്ങൾ മിസ്കീന്മാരും പാവങ്ങളുമാണ്. അപ്പോൾ ഹബീബുന ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു തുള്ളി വെള്ളം കൊടുത്തുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീള് കൊടുത്തുകൊണ്ടാണെങ്കിലും നിങ്ങൾ നോമ്പ് തുറപ്പിച്ചാൽ നിങ്ങൾക്ക് നോമ്പ് തുറപ്പിച്ചതിൻ്റെ കൂലി ലഭിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ കൂടെ കാണാം, മൻ ഫത്തറ സ്വാഇമൻ അലാ തുആമിൻ വശറാബിൻ മിൻ ഹലാൽ സ്വല്ലത്ത് അലൈഹിമുൽ മലായികതു ഫീ സഅഅതി ശഹ്രി റമളാൻ വസല്ല അലൈഹി ജിബ്രീലു ലൈലത്തുൽ ഖദ്ർ. ഒരു നോമ്പുകാരനെ നോമ്പ് മുറിക്കാനുള്ള ഭക്ഷണം നൽകിയാൽ, ഹലാലായ ഭക്ഷണം നൽകിയാൽ, റമളാൻ മാസത്തിലെ മുഴുവൻ സമയവും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടാകും. ലൈലത്തുൽ ഖദ്റിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആ നോമ്പ് തുറപ്പിച്ച ആൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന നടത്തുന്നതുമാണ്. അല്ലാഹു തആല ഇത്തരം വിഭാഗത്തിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.